പ്രിയങ്കരനായ യോഗാധ്യക്ഷൻ ജനാബ് PC ഇബ്രാഹിം മാഷ് അവറുകളെയും ആദരണീയനായ കാന്തവരം ഉസ്താദ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള മതപണ്ഡിതന്മാർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിലെ നായകന്മാർ, ജനപ്രതിനിധികൾ, മാധ്യമ സുഹൃത്തുക്കൾ, നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മർക്കസ് സമ്മേളനത്തിലെ ഒരു പ്രധാന ഇനമായി ഈ സെമിനാർ, അതിലെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ തുറകളിലുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകന്മാരെയും ജനപ്രതിനിധികളൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ സെമിനാർ സംഘടിപ്പിച്ച എൻ്റെ ബന്ധപ്പെട്ട സാരഥികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രരക്ഷയും രാഷ്ട്ര പുരോഗതിയിലൊക്കെ വ്യത്യസ്തമായ ചിന്തയുമായി കടന്നു പോകുന്ന ആളുകൾ, വ്യത്യസ്തമായ ആശയവുമായി കടന്നു പോകുന്ന ആളുകൾ, അവർക്കൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ ഇത്തരത്തിലുള്ള വേദികൾ ഉയർന്നു വരികയും അത് പൊതുസമൂഹം അറിയുകയും നാളെ ഇതെല്ലാം കണ്ടുമറിഞ്ഞുകൊണ്ടൊരു പുതിയ നിർദ്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനും ഭരണാധികാരികൾക്ക് കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള തലങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളൊക്കെ ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യം ഒരുപാട് വ്യത്യസ്തമായ വിഭാഗം ആളുകൾ, വ്യത്യസ്തമായ പാർട്ടികൾ, വ്യത്യസ്തമായ മതങ്ങൾ, വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ, വ്യത്യസ്തമായ വിശ്വാസ പ്രമാണങ്ങൾ, ഇങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ദ്രവ്യങ്ങളിൽ നിൽക്കുന്ന ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾക്ക് ജീവിക്കുന്നത്. ഈ വ്യത്യസ്തത, ജാതി മത വിഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന, ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഈ വ്യത്യസ്തത സ്വാഭാവികമായും നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ തോന്നാനിടയുള്ളത്, മറ്റൊരാൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നത്, ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടത്, ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാവേണ്ടത് ഒരു പക്ഷേ നമ്മുടെ ഇന്ത്യയിലാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ആ രൂപത്തിൽ സംഘർഷങ്ങൾ കുറഞ്ഞതും നമ്മുടെ നാടാണ് എന്നുള്ള കാര്യമാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ രാജ്യം അയൽ രാജ്യങ്ങളിലൊക്കെ അപേക്ഷിച്ചു വളരെ സുരക്ഷിതമായി നിൽക്കുന്ന ഒരു നാടാണ്. ഏറ്റവും ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് കൂടുതൽ ശക്തിയും കരുത്തോടും കൂടി മുന്നോട്ട് പോകാൻ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സാധിക്കാറുണ്ട്. പല ഭാഗങ്ങളിലായി ഉയർന്നു വരുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ, അതൊന്നും ഒരു വിഭാഗത്തിന്റെ മാത്രം സൃഷ്ടിയല്ല. രാജ്യത്തുണ്ടായ 4 സ്ഫോടനങ്ങൾ, ആ 4 സ്ഫോടനങ്ങളും സംഘപരിവാർ ശക്തികളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്ന് അവരുടെ ബന്ധപ്പെട്ട ആളുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും അഖണ്ഡതയും നിലനിൽപ്പിന്റെയും ഒക്കെ ആളുകളാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഈ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കുന്നതിനും സംഘർഷമുണ്ടാക്കുന്നതിനും ഒക്കെ പ്രവർത്തിച്ചത് എന്ന് വൈകിയാണ് നമുക്ക് ബോധ്യമാവുകയാണ്. ഇവിടെ ചില ദുരന്തങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രപിതാവായ മഹാത്മജിയെ വധിച്ചതാണ്. മഹാത്മജിയെ വധിച്ച ആളുകൾ അവരുടെ ലക്ഷ്യവും അവരുടെ ആശയവുമായിരുന്നില്ല ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വധിച്ച ആളുകൾക്കുണ്ടായിരുന്നത്. ഇന്ദിരാജിയെ വധിച്ച ആളുകൾക്കുണ്ടായിരുന്ന ലക്ഷ്യവും ആശയവുമായിരുന്നില്ല ശ്രീ രാജീവ്ജിയെ വധിച്ചവർക്കുണ്ടായിരുന്നത്. അവർക്കുണ്ടായിരുന്ന ആശയവുമല്ല ലക്ഷ്യവുമായിരുന്നില്ല പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നേതൃത്വം കൊടുത്ത ആൾക്കുണ്ടായത്. അവരുടെ ആശയങ്ങളായിരുന്നില്ല ബോംബെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ആൾക്കുണ്ടായത്. അപ്പൊ നമുക്കറിയാവുന്നത് ഇതെല്ലാം വ്യത്യസ്തമായ ദ്രോഹങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ചില ശ്രമങ്ങളാണ് ഇടക്കാലത്ത് വളരെ വ്യാപകമായി നടന്നിട്ടുള്ളത്. അത്തരം ശ്രമങ്ങളെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അതോടൊപ്പം നമ്മുടെ നാടിന്റെ നിലനിൽപ്പിനാവശ്യമായ പ്രവർത്തനം
അതിലെല്ലാ ആളുകളും വിഭാഗീയമായ കാഴ്ചപ്പാടുകൾ മറന്നുകൊണ്ട് ഒന്നിച്ച് മുമ്പോട്ട് പോകേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്. ഈ ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരു മാലയിൽ കൊത്ത പുഷ്പങ്ങളെപ്പോലെ, ഒരു ചങ്ങലിലെ കണ്ണികളെ പോലെ ഒന്നിച്ചൊന്നായി ഈ മാനവ സമൂഹം മുന്നോട്ടും നീങ്ങുന്നത് കാണാനാണ് നമ്മുടെ പൂർവ്വപിതാമന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചത്. ആ പാതയിലൂടെ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു നല്ല അന്തരീക്ഷം, ഇന്ന് നിലനിൽക്കുന്ന ആ നല്ല അന്തരീക്ഷം നാളുകളിലും ഉണ്ടാവണം. നമ്മുടെ പിൻതലമുറക്ക് അത് പകർന്നു കൊടുക്കാനുമാണ് നമ്മുടെയൊക്കെ ശ്രമം ഉണ്ടാവേണ്ടത്, നമ്മുടെ ഇടപെടൽ ഉണ്ടാവേണ്ടത്. ആ ഇടപെടൽ ആക്കം കൂട്ടുന്നതിന് ഈ സമ്മേളനം ഉപകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധമായ ആശംസയും നേരുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂൾ,